ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SM KL04 ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ മേൽഭാഗം നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അതുപോലെ തന്നെ അകംവശവും നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഏതും എടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് പച്ചരിയാണ്. നമ്മൾ 2-3 പ്രാവശ്യം കഴുകി ഒന്ന് ഓവർനൈറ്റ് വെക്കുകയാണ് കുതിരാനായിട്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. വെള്ളം തീരെ ഇല്ലാതെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു തോർത്തിൽ വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാൻ്റെ കീഴിലോട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റാം. ഇപ്പം ജാറിലോട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കയറി നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കയുടെ കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകമാണ് അടുത്ത് ആഡ് ചെയ്യേണ്ടത്. നല്ല ജീരകം 1 ടീസ്പൂൺ ഉണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പലതവണ ഇളക്കി അടി ചേർത്ത് ഇളക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ റവയുടെ പോലെ തരിയുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ പൊടി ഇനി ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അരി പൊടിച്ച അതേ ജാറിൽ തന്നെ ഒരു 3 പാളയംകോടൻ പഴം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പഴുത്ത പാളയംകോടൻ പഴമാണ്. അതൊന്ന് നന്നായിട്ട് അരച്ച് ജ്യൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് അരച്ച് നല്ല ഫൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഒന്ന് പൊടിച്ചിട്ടെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഈ ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ഉരുക്കിയെടുത്ത ശർക്കര ഈ സ്ട്രെയിനറിലൂടെ നമുക്കൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നല്ല ചൂടോടെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. തന്നെ നമുക്ക് ആ അരിപ്പൊടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയും കൂടെ ഉള്ള ശർക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന പാളയംകോടൻ പഴത്തിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇതിങ്ങനെ വെക്കുമ്പോഴത്തേനും അതൊന്ന് കട്ടയാവും. അത് കുഴപ്പമില്ല. നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കറക്റ്റ് ആയിക്കോളും. അത് ലൂസായിട്ട് വന്നോളും. പാളയംകോടൻ പഴം നല്ല പഴുത്തത് തന്നെ നമ്മളിതിലേക്ക് ചേർക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ കദളിപ്പഴമോ ചേർക്കാം. ഇതെല്ലാം നല്ല പഴുത്തത് തന്നെ ആയിരിക്കണം നമ്മൾ ചേർക്കുന്നത്. ഈ 3 പഴങ്ങൾ മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. വേറെ പഴങ്ങളൊന്നും നമ്മളിതിലേക്ക് ചേർക്കരുത്. എന്നാലേ ഉണ്ണിയപ്പത്തിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേനും ആ കട്ടകളെല്ലാം ഉടഞ്ഞു വന്നോളും. അപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴത്തേനും
നമുക്ക് ചെറിയ പീസായിട്ട് തേങ്ങ കൊത്ത് ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. തേങ്ങക്കൊത്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് കിട്ടുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങക്കൊത്തെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അധികം നേരം ഇനി നമ്മൾ ഫ്ലെയിം ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വറുത്തേക്കുന്ന തേങ്ങക്കൊത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ശകലം വെള്ളത്തിൻ്റെ കുറവുണ്ട്. അത് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു 6 മണിക്കൂർ തൊട്ട് ഒരു 8 മണിക്കൂർ വരെയെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വരത്തുള്ളൂ. പുളിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ടാക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അല്ല 3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 6 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ ഹോളിലായിട്ട് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ശകലം നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ശകലം മാവ് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഇതുപോലെ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും പതഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഹോളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ സൈഡിലുള്ള ഹോളുകൾ വേണം നിറച്ച് കൊടുക്കാനായിട്ട്. നടുവിലുള്ള ഹോളിലെ എണ്ണ ആദ്യം തന്നെ ചൂടായിട്ടിരിക്കും. സൈഡിലേക്ക് ചൂടെത്താൻ താമസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് സൈഡിൽ എണ്ണ ചൂടായോ നോക്കിയിട്ട് വേണം. സൈഡ് ആദ്യം ഹോള് നിറച്ചിട്ട് വേണം നമ്മൾ നടുഭാഗത്തെ ഹോള് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സൈഡെല്ലാം ഒന്ന് ഇതുപോലെ ഹോളിൻ്റെ പകുതി ഭാഗം മാത്രം മാവ് നിറച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അവസാനം നടുഭാഗത്തെ ഹോളിൽ മാവ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ എണ്ണ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അന്നേരം നമ്മുടെ ഓരോ ഉണ്ണിയപ്പം ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ വിട്ടിങ്ങനെ പൊങ്ങി വരും. അന്നേരം ഒന്ന് ചെറുതായിട്ട് കളറും ഒന്ന് ചേഞ്ചായി വരും. അപ്പം അങ്ങനെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം മറിച്ചിട്ടൊന്ന് കൊടുക്കാം. ഇങ്ങനെ നമ്മളെല്ലാം മറിച്ചും തിരിച്ചും കൊടുത്ത് നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നിടം വരെ ഒന്ന് ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴത്തേനും ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ കുത്തി കുത്തി എടുക്കാം.
ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഇങ്ങ് കോരിയെടുക്കാം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മളെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കളറ് ഇതുപോലെ ഇരിക്കണം. ഒത്തിരി ഡാർക്കായി പോകാൻ പാടില്ല. ഒത്തിരി ഡാർക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഹാർഡായി പോകും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.